ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സെഷൻസിലെല്ലാം നമ്മൾ പഠിച്ചതായ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 13-ാം അധ്യായത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടതായ ആയിട്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവൻ സ്നേഹിച്ചതുപോലെ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. രണ്ട്, അവൻ ശുശ്രൂഷിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഈ രണ്ട് അധ്യായങ്ങളിലായിട്ട് ഈ കാര്യം യേശു എങ്ങനെ ചെയ്തു എന്ന് മറ്റ് വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും ഈ രണ്ട് അധ്യായത്തിൽ തന്നെ അതിന് വേണ്ടതായ വളരെ കൃത്യമായ വിവരണങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. അതില് അവൻ സ്നേഹിച്ചതുപോലെ, അവൻ എങ്ങനെ സ്നേഹിച്ചു എന്ന് നമ്മൾ കണ്ടു. അവന്റെ സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം പോലെ അല്ല. അവൻ പഴയ നിയമത്തിൽ കൽപ്പനയുണ്ട് സ്നേഹിക്കാൻ. പക്ഷെ എന്താണ് കൽപ്പന? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് പറയുന്നത് അതിൽ നിന്ന് ഒരു പടി കൂടെ അപ്പുറത്തേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ കൽപ്പനകൾ പുറകോട്ട് പോകുകയല്ല, തിരുവചനത്തിൽ പുതിയ നിയമത്തിൽ കൽപ്പനകൾ മുന്നോട്ട് പോകുകയാണ്. ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും, എന്റെ ദൈവമേ, പഴയ നിയമത്തിൽ എന്തൊരു പ്രയാസമാണ്, എന്തുമാത്രം കൽപ്പനകളാ, പുതിയ നിയമത്തിൽ വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട്. നേരെ തിരിച്ചാണ്. പഴയ നിയമത്തിൽ എങ്ങനെങ്കിലുമൊക്കെ ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന്റെ അപ്പുറത്തെ കൽപ്പനകളാണ് കർത്താവ് തന്നിരിക്കുന്നത്, ഇല്ലേ? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ പഴയ നിയമത്തിൽ കൊല ചെയ്യരുതെന്നേ ഉള്ളായിരുന്നു. ഇപ്പം കൊല ചെയ്യുന്നത് പോയിട്ട് സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ, അവനെ മൂട എന്നെങ്ങാനും വിളിച്ചു പോയാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. കണ്ടോ? പഴയ നിയമത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. ബാക്കിയുള്ള ഇച്ചിരി മനസ്സിലൊക്കെ എന്തെങ്കിലും തോന്നിയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇപ്പൊ അതും പറ്റത്തില്ല. അപ്പോൾ പുതിയ നിയമത്തിലാണോ കൽപ്പന കൂടുതൽ കഠിനം, അതോ പഴയ നിയമത്തിലാണോ? പുതിയ നിയമത്തിലാ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, പഴയ നിയമത്തിൽ കൽപ്പനകൾ തന്നു, പക്ഷെ അനുസരിക്കാനുള്ള ശക്തി പലപ്പോഴും നമുക്ക് ഇല്ലായിരുന്നു. അതിനുള്ള കൃപ, കാര്യം അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, പക്ഷെ അത് ചെയ്യാനുള്ള കൃപ നമുക്ക് ശരിക്കുമില്ല. ഇവിടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. സമയമില്ലാത്തത് കൊണ്ടാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച്, അവിടെ പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പഴയ നിയമത്തിലുള്ള തന്നെ തന്നെ സ്നേഹിക്കുന്ന സ്നേഹമല്ല. തന്നെ ഉപേക്ഷിച്ച് തന്നെ തന്നെ ത്യജിച്ച് ഉള്ള സ്നേഹമാണ്. അതാണ് യേശുവിന്റെ സ്നേഹം. യേശുവിന്റെ സ്നേഹത്തിൽ അവനവനെ തന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമേ അല്ല ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണ്? യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ സ്നേഹത്തിന്റെയും പ്രത്യേകത അത് തന്നെ ആയിരിക്കണം. കാര്യം യേശു സ്നേഹിച്ച പോലല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ അവന്റെ ശിഷ്യന്മാരാകുന്നത്. സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്ന ആ ദീർഘമായ സ്നേഹം, ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല, അത് വളരെ ആഴത്തിൽ നിങ്ങൾ പഠിക്കണം. ആ രീതിയിലുള്ള ഒരു സ്നേഹം നമ്മളിലുണ്ടാകണം. അത് നമുക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടായിരിക്കില്ല. പക്ഷെ നമ്മിൽ യേശുവിന്റെ വിത്താണ് വീണിരിക്കുന്നതെങ്കിൽ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ, നമ്മൾ ആത്മാവിൽ ജനിച്ചവരാണെങ്കിൽ, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കും, അല്ലേ? എന്നിൽ വസിപ്പീൻ, എന്നാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. യേശുവിൽ വസിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് എഴുതുന്നത് ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഒന്നാമത്, വരങ്ങളുടെ അവസാനവും സ്നേഹമാണ്. ശ്രേഷ്ഠവരം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അതിശ്രേഷ്ഠമായ മാർഗം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് സ്നേഹത്തിലേക്കാണ്. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. അത് പ്രത്യേകിച്ച് യോഹന്നാന്റെ ലേഖനവും യോഹന്നാന്റെ സുവിശേഷവും ഒരുപോലെ ഈ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒത്തിരി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, പെട്ടെന്ന് ഓടിച്ചു വായിക്കാം, സമയപരിമിതി കൊണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കളെന്നും ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ചില വേദോത്സവത്തിലെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോവും. എന്നറിയാമോ? നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനാരും ദൈവത്തിൽ നിന്നുള്ളവൻ അല്ല. പിന്നെ ആരിൽ നിന്നുള്ളവനാ? അതാ ഞാൻ പറഞ്ഞത്. ശരിക്ക് വേദോത്സവം വായിച്ചാൽ ഞെട്ടിപ്പോവും. നമ്മൾ ഈ ഓടിച്ച് വായിച്ചു വിടുന്നത് കൊണ്ടാ വലിയ കുഴപ്പമില്ലാതെ
നമുക്ക് നടക്കാൻ പറ്റുന്നത്. പക്ഷെ ശരിക്കൊന്ന് വായിച്ചു നോക്കിയേ. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളെന്നും പിശാചിന്റെ മക്കളെന്നും ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ: ഒന്ന് നീതി പ്രവർത്തിക്കുക, രണ്ട് സഹോദരനെ സ്നേഹിക്കുക. എന്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്! നീതി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതും അത് നീതിയാണ്. എന്നിട്ട് ആദ്യം മുതൽ കേട്ട ദൂതൻ നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ. കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി, നമുക്കറിയാം ആ വാക്യമൊക്കെ. അവൻ സഹോദരനെ കൊന്നതുപോലെയല്ല. സഹോദരന്മാരെ, നാം 14-ാമത്തെ വാക്യത്തിൽ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഇതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? വേദപുസ്തകം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇത് എവിടെ ഏത് ക്രൂസൈഡിനും നിങ്ങൾ കേൾക്കും ഈ വചനങ്ങൾ. ഈ ദൈവത്തിന്റെ വചനം ആര് പറയുന്നു? ഏത് ചർച്ചിൽ നിന്ന് പ്രസംഗിക്കുന്നു? സഭയിൽ ഈ വചനങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല? സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് എങ്ങനെ? സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. എത്ര ഭീകരമായ ഒരു വാക്യമാണത്! സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ ഇത് വായിക്കുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ? നമുക്കിഷ്ടപ്പെട്ട, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ സാക്ഷി നമ്മുടെ സഭകളിലൊക്കെ സാക്ഷി പറയുമല്ലോ. സാക്ഷി പറയുമ്പോഴെല്ലാം പറഞ്ഞു നിർത്തുന്നത് എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എടാ, ഈ സന്തോഷിപ്പിക്കുന്ന വാക്യമേ വേദപുസ്തകത്തിലുള്ളോ? ആരും പറയുന്നത് എന്നെ കീറി മുളിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട്, എന്നെ രൂപാന്തരപ്പെടുത്തിയ ഒരു വാക്യം വായിച്ചുകൊണ്ട്, എന്നെ അപ്സൈഡ് ഡൗൺ, എന്നെ തകർത്ത് കളഞ്ഞ ഒരു വാക്യം വായിച്ചുകൊണ്ടെന്ന് ആരും പറയുന്നില്ല. തന്നെയല്ല, സാക്ഷി പറഞ്ഞ ആരെങ്കിലും ഈ വാക്യം വായിച്ചിരുന്നിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. അതോ ഇത് വേദോസരമുള്ളതല്ലേ? അവിടെ പറയുന്ന കാര്യം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ. ഈ വാക്യത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇത് എത്രാമത്തെ വാക്യമാ? 16. എത്രാമത്തെ അധ്യായമാ? 3. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ 3:16 ആർക്കും അറിയത്തില്ല. യോഹന്നാൻ 3:16 നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യം ചെയ്യാനില്ല. കാര്യം ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അത് ദൈവം ചെയ്തതല്ലേ. അതൊക്കെ കേൾക്കാൻ നമുക്ക് ഭയങ്കര സുഖമാണ്. പക്ഷേ 1 യോഹന്നാൻ 3:16 വായിക്കണം. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, ഇത് വെറുതെ കേട്ടിട്ട് പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര രൂപാന്തരം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനെ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇന്നത്തെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വാക്കിലും നാവിലും സ്നേഹമുണ്ട്, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹം പ്രകടമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ആരെങ്കിലും അമ്മച്ചിമാരോട് ഐ ലവ് യു മോളെ എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷേ അവര് പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിച്ചു. ഇന്ന് നേരം വെളുക്കുമ്പോൾ വൈകുന്നേരം വരെ ഐ ലവ് യു മോളെ എന്ന് പറയുകയും ചെയ്യും, വേറെ വല്ല പെണ്ണിന്റെ കൂടെ പോയി കിടന്നുറങ്ങുകയും ചെയ്യും. ഐ എം നോട്ട് ജോക്കിംഗ്. ഈ തലമുറ തന്നെ നശിച്ചു പോയിരിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നമ്മളോട് തന്നെ ചോദിച്ചേ, എന്റെ സ്നേഹം പ്രകടമാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, സ്വഭാവമാണ് പ്രകടമാകുന്നത്, വൃക്ഷമാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. നമ്മിൽ ദൈവത്തിന്റെ വിത്ത് വീണിരിക്കുന്നുവെങ്കിൽ, നാം ആത്മാവിൽ ജനിച്ചിരിക്കുന്നുവെങ്കിൽ, നാം നല്ല വൃക്ഷമായി തീർന്നിരിക്കുന്നുവെങ്കിൽ, കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നുവെങ്കിൽ, മുന്തിരിയോട് ചേർന്ന് വസിക്കുന്നുവെങ്കിൽ, മുന്തിരിയോട് ചേർന്ന് വസിച്ചാൽ തീർച്ചയായും അതിൽ മുന്തിരിങ്ങ കായ്ക്കും.
നമ്മൾ കർത്താവിനോട് ചേർന്ന് വസിക്കുന്നുവെങ്കിൽ നമ്മിൽ നിന്ന് കർത്താവിന്റെ സ്നേഹം ഒഴുകി വരും. അതേ ഉള്ളൊരു മാർഗം, അല്ലാതെ പുറത്തുനിന്ന് ഇത് വരില്ല. അതുകൊണ്ടാണ് കർത്താവിനോട് ചേർന്ന് വസിക്കേണ്ടത് ആവശ്യം. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയാം. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ. ആരാ കൽപ്പന തന്നത്? അവൻ. അപ്പൊ യേശു കൽപ്പന തന്നിട്ടുണ്ടോ? ഉണ്ട്. പുതിയ നിയമത്തിൽ കൽപ്പനയില്ല എന്ന് പറയുന്ന ദുരുപദേശം വിശ്വസിക്കരുത്. അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. എത്ര ക്ലിയർ ആയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വളരെ കൃത്യമായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. യോഹന്നാൻ അത് കൃത്യമായിട്ട് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ആ സ്നേഹത്തിന്റെ കൽപ്പന മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൽപ്പനകളെ കുറിച്ച് കൊടുക്കുമ്പോൾ അവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന കൽപ്പനകൾ വായിക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 38 മുതലുള്ള വാക്യങ്ങൾ. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്ക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക. നിന്റെ വസ്ത്രം എടുത്തോണ്ട് പോകുന്നവന്, ഇത് മാത്രം മതിയോ, ഷർട്ട് മതിയോ, പുതപ്പൂടെ കൊണ്ടുപോടാ എന്ന് പറയണം. അങ്ങനെ പറയണം, അങ്ങനെ പറയാൻ കഴിയണം. തീർച്ചയായിട്ടും അതിന് കഴിയും. ഞങ്ങൾക്ക് മധ്യപ്രദേശില് രാജാപട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു. മിഷന്റെ വസ്തുവിന്റെ മുമ്പില് ഒരുത്തൻ കൊണ്ടുവന്ന് അത് എൻക്രോച്ച് ചെയ്യാന്നുള്ളവരല്ലോ, നമ്മുടെ വസ്തു അവൻ എൻക്രോച്ച് ചെയ്തു. അതിന്റെ ചുറ്റും ആൾക്കാരൊന്നുമില്ല, നമ്മുടെ വസ്തു, നമ്മൾ വാങ്ങിച്ച വസ്തുവിന്റെ മുമ്പില്. അപ്പം നാട്ടുകാർ വന്നു, നമ്മളെ അറിയിച്ചു, കാര്യങ്ങളൊക്കെ അറിയിച്ചു. നമ്മുടെ മിഷന്റെ ലീഡർ നൈനാൻ അവിടെ ചെന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിച്ചു, അടുത്തതിനെയും വഴക്ക്, ചീത്തവിളി, അടി, ഇതൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. നൈനാൻ ചെന്നില്ലല്ലേ എന്നറിയാമോ, ഇവനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആഹാ ബ്രദറെ, സഹോദര, അവിടുത്തുകാരനാ, ലോക്കലാ. അവനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു അയൽക്കാരനില്ലാതെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. നിനക്ക് എത്ര വസ്തു വേണ്ടത് എടുത്തോ, നീ എന്നാ വീട് പണിയുന്നേ? ഇവൻ വലിയ വഴക്കുണ്ടാക്കാനൊക്കെ ഒരുങ്ങിയിരിക്കുക. ഇവൻ ആകപ്പാടെ വരണ്ടുപോയി. ഏത് നമ്മുടെ വസ്തു എൻക്രോച്ച് ചെയ്തവന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുക, നിനക്ക് എവിടെയാ വേണ്ടത്, എടുത്തോ, എവിടെ, എന്നാ നീ വീട് പണിയുന്നത്? ഞങ്ങൾക്കൊരു അയലോക്കം ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അതാ യേശുവിന്റെ സ്നേഹം. അത് പൊട്ടന്മാരായതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയുള്ള പൊട്ടത്തരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള പൊട്ടത്തരമൊക്കെ. ഞങ്ങളുടെ മിഷന്റെ ഒരു വണ്ടി ഒരിക്കൽ മിഷനിൽ വന്നുകൊണ്ടിരുന്ന ഒരു ചെറുക്കൻ മോട്ടിച്ചോണ്ട് പോയി. അപ്പൊ ഞങ്ങളുടെ മിഷണറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നമ്മുടെ വണ്ടി അവൻ മോഷ്ടിച്ചോണ്ട് പോയി, എന്താ ചെയ്യണ്ടേ? പോലീസിൽ അറിയിക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? നീ പോലീസിലൊന്നും അറിയിക്കണ്ട, നീ അവനെ വിളിക്ക്. അവനെ വിളിച്ചാലും അവൻ വണ്ടി കൊണ്ട് തരത്തില്ല അച്ഛാ. അല്ല, ഞാൻ പറഞ്ഞു, വണ്ടി തിരിച്ചു കൊണ്ട് തരാനല്ല വിളിക്കാൻ പറഞ്ഞേ. പിന്നെ അവനെ വിളിച്ചിട്ട് പറയാം, മോനെ വണ്ടി ഇപ്പം നിന്റെ പേരിലല്ലല്ലോ, ഇപ്പൊ പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാ, അതുകൊണ്ട് എപ്പോഴാണ് നിനക്ക് സമയം, വണ്ടി നിന്റെ പേരിൽ ആക്കി തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവൻ വന്നു, വണ്ടി അവന്റെ പേരിലാക്കി, വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്തു. ഇപ്പോഴും അവന്റെ കയ്യിലുള്ളത്. കർത്താവ് അവനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടില്ല.